എങ്ങനെയാണ് ഏറ്റവും മികച്ച രൂപത്തിൽ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ മുമ്പിലേക്ക്, നിങ്ങളുടെ ഓഡിയൻസിന്റെ മുമ്പിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ പ്രസന്റ് ചെയ്യും? അവരെ എങ്ങനെ ഇംപ്രസ് ചെയ്യാൻ കഴിയും? ഹൗ ടു ഇംപ്രസ് ആൻഡ് സെൽ മോർ. കസ്റ്റമറിനെ ഇംപ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏറ്റവും മികച്ച രൂപത്തിൽ സെയിൽസ് ചെയ്യാൻ പറ്റൂ. ഏറ്റവും മികച്ച സെയിൽസ് നടന്നാൽ മാത്രമേ ഏറ്റവും മികച്ച പ്രോഫിറ്റിലേക്ക് എത്താൻ. സോ ഏറ്റവും മികച്ച പ്രോഫിറ്റിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇംപ്രസ് യുവർ കസ്റ്റമർ. ഏറ്റവും നല്ല രൂപത്തിൽ ഇംപ്രസ് ചെയ്യാൻ കഴിയും. അത് ആരോ ആവട്ടെ, എക്സ് ഓർ വൈ. അതിന് ആദ്യം ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് യുവർ വൈ, അണ്ടർസ്റ്റാൻഡ് ദ നീഡ്സ് ഡീപ്ലി എന്ന്. അതായത് ആരുടെ നീഡ്സ്? കസ്റ്റമറുടെ നീഡ്സ്. നിങ്ങൾ ഒരു പ്രൊഡക്റ്റോ സർവീസോ വിൽക്കുന്നു. ആ പ്രൊഡക്റ്റിന്റെ സർവീസിന്റെയും ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്, അതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്, അതിന് നല്ല ഡിസ്കൗണ്ട് ഉണ്ട്, ആകർഷകമായ പാക്ക് ഉണ്ട്, വലിയ അഡ്വർടൈസ്മെന്റിന്റെ പിന്തുണയുണ്ട്, എല്ലാം ഉണ്ട്. വിൽപ്പന നടക്കുമെന്ന് ചോദിച്ചാൽ വിൽപ്പന നടക്കില്ല. പകരം നിങ്ങൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടിയിരിക്കുക നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കുക. ഡീപ്പായിട്ട് കസ്റ്റമേഴ്സിനെ, അവരുടെ പെയിൻ പോയിന്റ്, ഡിസൈർ, എക്സ്പെക്ടേഷൻ. എന്താണ് കസ്റ്റമറുടെ പെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യാൻ നിങ്ങളുടെ കസ്റ്റമറെ പ്രേരിപ്പിക്കുന്ന ഒരു ആവശ്യം, ഒരു നീഡ്. ഞാനൊരു ഹെർബൽ ഓയിൽ വാങ്ങണമെങ്കിൽ ആ ഹെർബൽ ഓയിൽ വാങ്ങാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു നീഡ്, ഒരു പക്ഷേ ഡാൻഡ്രഫ് ആവാം, ഒരു പക്ഷേ മുടി കൊഴിച്ചിലാവാം, ഹെയർഫാൾ ആവാം, അല്ലെങ്കിൽ മുടി ജട പിടിക്കുന്നത്, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രശ്നമാവും. ഏത് പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ നിങ്ങൾ കൊടുക്കുന്നത്, അത് വാങ്ങാൻ വേണ്ടി ഒരു കസ്റ്റമറെ പ്രേരിപ്പിക്കുന്ന ഒരു നീഡിനെയാണ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തെയാണ് നമ്മൾ കസ്റ്റമേഴ്സിന്റെ പെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കും. കസ്റ്റമേഴ്സിന്റെ ആഗ്രഹങ്ങൾ എന്താണ്? പെയിൻ പോയിന്റ് മാത്രമല്ല, ആഗ്രഹങ്ങൾ അല്ലേ? നമ്മളിപ്പോ ഒരു വീടിനകത്ത് നമുക്ക് പെയിന്റ് ചെയ്യണം, വീട് വൃത്തിയാകാൻ പെയിന്റിങ് ആവശ്യം. പക്ഷെ ഏത് ബ്രാൻഡ് പെയിന്റ് വാങ്ങണം? പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. എനിക്ക് എന്റെ വീട് വൃത്തിയാക്കണം, അതിന് പെയിന്റ് മതി. പക്ഷെ മാർക്കറ്റിനകത്ത് ഒരു 5 ബ്രാൻഡ് പെയിന്റ് ഉണ്ടെങ്കിൽ ഏത് ബ്രാൻഡ് പെയിന്റ് വാങ്ങണം എന്ന് എന്നെ തീരുമാനിപ്പിക്കുന്നത് എന്റെ ഡിസൈസ്, എന്റെ ആഗ്രഹങ്ങൾ. ഹെർബൽ ഓയിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബാത്ത് സോപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സേഫ്റ്റി പിൻ ആണെങ്കിൽ, സേഫ്റ്റി പിൻ വിടാം, ഒരു ഡ്രസ് ആണെങ്കിൽ, ഒരു വെഹിക്കിൾ ആണെങ്കിൽ, അതിൽ ഏത് ബ്രാൻഡ് വാങ്ങണം അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ ഉള്ളത് വാങ്ങണമെന്ന് ഒരു കസ്റ്റമറെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഡൈവ് ചെയ്യുന്നത് അവിടെ ഡിസൈസ്. അപ്പൊ കസ്റ്റമേഴ്സിന്റെ ഡിസൈസ് എന്താണെന്ന് നമ്മൾ എക്സ്പെക്ടേഷൻ. കസ്റ്റമർ എന്താ പ്രതീക്ഷിക്കുന്നത്? എനിക്ക് ചൂടുകാലമാണ്, വെയിൽ കൊള്ളാതെ AC ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ എനിക്കൊരു വാഹനം. എന്റെ മുമ്പിൽ 2 ഓപ്ഷൻ, ഒരു കാറ് വാങ്ങാം, ഒരു ബൈക്ക് വാങ്ങാം. ഞാൻ ഏത് വാങ്ങും? നിങ്ങൾ ആർക്കെങ്കിലും എന്നെ ഫോളോ ചെയ്യാൻ കഴിയും? ചാറ്റിലേക്ക് പറയും. ചൂടുകാലാണ് വരുന്നത്, എനിക്ക് ചൂടടിക്കാതെ, ചൂടൊന്നും എൻ്റെ ദേഹത്ത് തട്ടാതെ എനിക്ക് സ്വസ്ഥമായി യാത്ര ചെയ്യാം. പൊടിയടിക്കരുത്, ചൂടടിക്കരുത്, പറ്റുമെങ്കിൽ ഒരു AC ഒക്കെ ഉള്ള സാധ്യത ഉപയോഗിച്ച് യാത്ര ചെയ്യാം. ഞാൻ ബൈക്ക് വാങ്ങണോ കാറോ? അതാണ് എക്സ്പെക്ടേഷൻ. ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ തനിക്കൊരു പെയിൻ പോയിന്റ് ഉണ്ട്, ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഇന്നതായിരിക്കണമെന്ന് കസ്റ്റമർക്ക് ഒരു ആഗ്രഹങ്ങളുണ്ട്. അതോടൊപ്പം കസ്റ്റമർക്ക് ചില പ്രതീക്ഷകൾ ഉണ്ടാവും, എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും ആ പ്രൊഡക്റ്റിനെ കുറിച്ച്. ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ പ്രസന്റ് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്താ? ആസ്ക് ക്വസ്റ്റ്യൻ, ലിസൺ കെയർഫുള്ളി, ആക്റ്റീവ്ലി, ടൈലർ യുവർ സൊല്യൂഷൻ.
അതായത് ചോദ്യങ്ങൾക്ക് നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മളൊരു കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു കസ്റ്റമറെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, കസ്റ്റമറുമായിട്ട് ഒരു സെയിൽസ് നടത്താൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് അവരോട് ചോദിക്കുക. എന്തിനെ പറ്റി ചോദിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ എക്സ്പെക്ടേഷനെ പറ്റിയും അവരുടെ ആഗ്രഹങ്ങളെ പറ്റിയും, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചോദിക്കും. അത് ചോദിക്കുമ്പോൾ അവർ മറുപടി പറയും. ആ മറുപടി നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. പലപ്പോഴും മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസിലുള്ളവർക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ കസ്റ്റമേഴ്സിനെ കേൾക്കാൻ മടിയാണ്. കസ്റ്റമേഴ്സ് പറയുന്നതിന്റെ മേലെ പറയാനാണ് പലപ്പോഴും. കസ്റ്റമേഴ്സ് ഇത് കൊള്ളില്ല, ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് പറ്റുമെന്ന് സമർപ്പിക്കാനാണ് നമ്മൾ അടുത്തത്. അതായത് ഒരു ഡോമിനേഷൻ, കസ്റ്റമറുടെ മുകളിൽ ഒരു ഡോമിനൻസ് കൊണ്ടുവരാൻ വേണ്ടി പലപ്പോഴും മാർക്കറ്റിംഗ് സെയിൽസ് പേഴ്സൺ ശ്രമിക്കുന്നതാണ് കച്ചവടം നടക്കാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. സോ അവരെ ആക്റ്റീവായിട്ട് നമ്മൾ കേൾക്കുക. എന്നിട്ട് അവരുടെ ഈ ആഗ്രഹം, അവർ നേരത്തെ പറഞ്ഞ അവരുടെ പെയിൻ പോയിന്റ്, അവരുടെ ഡിസയേഴ്സ്, അവരുടെ എക്സ്പെക്ടേഷൻസ്, ഇതിനനുസരിച്ച് നിങ്ങളുടെ സൊല്യൂഷൻ, നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ്, അതിന്റെ സൊല്യൂഷൻ, അതായത് സൊല്യൂഷൻ, നിങ്ങൾ പ്രൊഡക്റ്റോ സർവീസോ എന്ത് വിറ്റാലും അത് കസ്റ്റമറുടെ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ്. ഞാനൊരു ഹെർബൽ ഓയിൽ വിൽക്കുമ്പോൾ ഞാൻ ശരിക്കും ഹെർബൽ ഓയിലാണ് എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ മുമ്പിലുള്ള കസ്റ്റമറുടെ പ്രശ്നം ഡാൻഡ്രഫ് ആണെങ്കിൽ ഞാൻ വിൽക്കുന്നത് ഹെർബൽ ഓയിലല്ല, മറിച്ച് ഞാൻ വിൽക്കേണ്ടത് ഡാൻഡ്രഫ് കളയുന്ന ഒരു മരുന്ന്. സോ എൻ്റെ കയ്യിലുള്ളത് ഹെർബൽ ഓയിലാണ്, ബട്ട് കസ്റ്റമർക്ക് ഞാൻ വിൽക്കുന്നത് ഡാൻഡ്രഫ് കളയാനുള്ള സൊല്യൂഷൻ. സോ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ കാര്യമാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് അല്ല. ഞാൻ വളരെ പരമാവധി ലളിതമായിട്ട് തന്നെ പറയാൻ ശ്രമിക്കുന്നു എന്നാണ് എനിക്ക്. മറ്റൊരു കാര്യം, കെയർ അബൌട്ട് സോൾവ് ദെയർ പ്രോബ്ലം എന്നുള്ളതാണ്. അവരുടെ പ്രശ്നത്തെ പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കസ്റ്റമേഴ്സിന്റെ പ്രശ്നങ്ങൾ, നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് സർവീസ് വിൽക്കുക എന്നുള്ളതിലുപരി കസ്റ്റമേഴ്സിന് ഒരു പെയിൻ പോയിന്റ് ഉണ്ട്, അവർക്കൊരു ഡിസയർ ഉണ്ട്, അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതിനാണ് നമ്മൾ പരിഹാരം കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കൃത്യമായി മനസ്സിലാക്കുക, പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പ്രസന്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷോക്കേസ് വാല്യൂ, നോട്ട് ജസ്റ്റ് ഫീച്ചേഴ്സ്. അതായത് ഷോക്കേസ് ചെയ്യേണ്ടത്, പ്രദർശിപ്പിക്കേണ്ടത്, നമ്മൾ കസ്റ്റമറെ കാണുമ്പോൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് ഫീച്ചേഴ്സ് അല്ല, വാല്യൂസ് ആണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, XY ഒരു മൊബൈൽ ഫോൺ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പൊ ഈ മൊബൈൽ ഫോൺ അവതരിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഈ മൊബൈൽ ഫോൺ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ എന്താ പറയാ, ഈ മൊബൈൽ ഫോണിനകത്ത് അടിപൊളി ക്യാമറയുണ്ട്, ഈ ക്യാമറ ഇത്ര MP മെഗാ പിക്സൽ ക്യാമറയാണ്, ഇതിനകത്ത് ഇത്രയധികം ഓപ്ഷൻസ് ഉണ്ട്, ഗെയിമിംഗ് ഓപ്ഷൻസ് ഉണ്ട്, അങ്ങനെ ഇതിന് ഇത്ര 5000 or 6000 or 7000 8000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ ഞാൻ ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞൊരു പെയിൻ പോയിന്റ് ഉണ്ട്, ഒരു ഡിസയർ ഉണ്ടാവും, ഒരു എക്സ്പെക്ടേഷൻ, ഒന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ ഈ വാല്യൂ ആണ്, അതായത് ഇപ്പൊ ഒരു ക്യാമറ, ഏറ്റവും മികച്ച ക്യാമറയാണ്, ക്യാമറ ഉപയോഗിച്ച്, അതായത് ഫോൺ ഉപയോഗിക്കുന്നത് നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ആഗ്രഹങ്ങൾ, അയാളുടെ നീഡ് അതാണ്, നല്ല നല്ല ഫോട്ടോസ് എടുക്കുക. അപ്പൊ നമ്മൾ അയാളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് ഈ ക്യാമറയിലെ, ഈ ഫോണിന്റെ ക്യാമറയിൽ എടുത്ത ഫോട്ടോസിന്റെ ഒരു പ്രസന്റേഷൻ ആയി, നല്ല നല്ല ഫോട്ടോ എടുത്തത് കാണിച്ചു കൊടുക്കും, നല്ല മൊമെന്റ്സുകൾ. എന്റെ ക്യാമറ നല്ലതാണ് എന്ന് പറയുന്നതിനുപരി ആ ക്യാമറയിൽ എടുത്ത ഫോട്ടോസ് കാണിച്ചു കൊടുക്കുമ്പോഴാണ് കസ്റ്റമർക്ക് ആ വാല്യൂ ഫീൽ. മൊബൈൽ ഫോൺ, ക്യാമറ, നിങ്ങൾ നിങ്ങളുടേതായ ബിസിനസ് എന്താണോ അതുമായിട്ട് റിലേറ്റ്. ഓക്കെ, അതായത് കസ്റ്റമേഴ്സ് ബൈ ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ല, ദേ ആർ ബൈങ് ബെനിഫിറ്റ്സ്. അവർ ബൈ ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത് ബെനിഫിറ്റ്സ് ആണ്. ആലോചിക്കുക, നിങ്ങളുടെ കയ്യിൽ എന്ത് പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ എന്താണോ മാർക്കറ്റ് ചെയ്യുന്നത്, കസ്റ്റമേഴ്സ് വാങ്ങുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ല, അതുമൂലം കിട്ടുന്ന നേട്ടങ്ങളെയാണ്, ബെനിഫിറ്റാണ്. എനിക്ക്
ഇപ്പൊ ഈ സ്കിന്നിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് വളരെ എന്താ പറയാ ഡസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാവുന്നു എന്റെ സ്കിന്നെങ്കിൽ ഞാൻ വാങ്ങുന്നത് ഒരു ക്രീം അല്ല, പകരം ആ സ്കിന്നിനെ സ്മൂത്തായി നിൽക്കുന്ന ആ ഒരു സാഹചര്യം. ഈ ക്രീം ഉപയോഗിച്ചിട്ട് എന്റെ സ്കിന്ന് വളരെ സ്മൂത്ത് ആകുകയും അതിന്റെ ഹാർഡ്നെസ് പോവുകയും ചെയ്താൽ ഐ വിൽ ബി ഹാപ്പി. അപ്പൊ ആ ബെനിഫിറ്റ് ആണ് വാങ്ങുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സർവീസിന്റെ ഫീച്ചർ പറയുന്നതിന് പകരമായിട്ട് അത് ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന നേട്ടങ്ങളെ കുറിച്ച് പറയുകയാണ്. അവരുടെ എങ്ങനെയാണ് അതിനെ ചേഞ്ചസ് ചെയ്യുന്നത്, അവരുടെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കകത്ത് എങ്ങനെയാണ് നിങ്ങളുടെ ഈ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ മാറ്റുന്നത്, അതെങ്ങനെയാണ് അവർക്ക് ഗുണമായി അവരുടെ ലൈഫിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ടൈം അവർക്ക് സേവ് ചെയ്യാൻ കഴിയുന്നത്, അതെങ്ങനെയാണ് അവരുടെ പ്രോഫിറ്റ്. ഒരു പക്ഷെ നമ്മൾ ഒരു മെഷീനറി കൊടുക്കുന്നത്, ഒരു നല്ല മെഷീനറി, ഒരു മാനുഫാക്ചറിങ് ഗ്രൂപ്പാണ് അവർക്കൊരു ഒരു പാക്കിംഗ് മെഷീനറി കൊടുക്കും, അല്ലെങ്കിൽ ഒരു നല്ല പാക്ക്, നിങ്ങൾ നന്നായിട്ട് പാക്കിംഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നവരോട് പറയാ, ഒരു ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നവരാണെന്ന് വിചാരിക്കുക. അവരിപ്പോൾ ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കി നല്ല ധാന്യങ്ങളൊക്കെ പൊടിച്ചിട്ട് ചെറിയ കവറിനകത്ത് പാക്ക് ചെയ്തിട്ട് ആളുകൾക്ക് കൊടുക്കും. അത് കാണുമ്പോൾ വാങ്ങുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ ഒരു പക്ഷെ നല്ലൊരു പാക്കേജിന്റെ പുറത്ത് നല്ലൊരു ബോക്സിനകത്താക്കിയിട്ട് ഇത് കൊടുത്താൽ വാങ്ങും. അപ്പൊ ആ ഒരു നേട്ടമാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നല്ല റിയൽ ടൈം ആയിട്ടുള്ള എക്സാമ്പിൾസ്, ടെസ്റ്റിമോണിയൽസ്, കേസ് സ്റ്റഡീസ് ഒക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാം. എന്റെ പ്രൊഡക്റ്റിന് ഇങ്ങനെയൊക്കെ നേട്ടമുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പറയുന്നതിന് പകരമായി എന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഉപയോഗിച്ച ഒരാളുടെ ഒരു ടെസ്റ്റിമോണിയൽ ഞാൻ അവതരിപ്പിക്കുമ്പോൾ ഇറ്റ് വിൽ ബി എ ബിഗ് ചേഞ്ച്. കസ്റ്റമറുടെ മൈൻഡിനകത്ത് വലിയ ചേഞ്ചസ് മനസ്സിലാവുന്നുണ്ടാവും. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റൈറ്റ് ക്ലിക്കിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏറ്റവും മികച്ച കോഴ്സ് ആണെന്ന് ഞാൻ 10 തവണ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷേ റൈറ്റ് ക്ലിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ഒരാൾ നേരിട്ട് വന്ന് പറയുന്നത് ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ യു വിൽ ട്രസ്റ്റ്. ഇത് തന്നെയായിരിക്കണം നിങ്ങളും ഉപയോഗിക്കേണ്ട മെത്തേഡ്. മൂന്നാമത്തെ വഴിയാണ് ക്രിയേറ്റ് ആൻ എമോഷണൽ കണക്ഷൻ. ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾ കസ്റ്റമറുടെ മുമ്പിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഒരു ഇമോഷണൽ കണക്ഷൻ. അതായത് പലപ്പോഴും പർച്ചേസ് ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു സാധനം വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുന്നത് ഇമോഷൻസിന്റെ ഒക്കെ വരും, ലോജിക്ക് പിന്നേ വരും. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ ഇങ്ങനെ ടൗണിൽ കൂടെ നടന്നു പോകുന്നത്, ഒരു ടോയ്സ് കട കാണുമ്പോൾ കുഞ്ഞുങ്ങൾ ഓടിപ്പോയി ഒരു ടോയ്സ്, നമ്മൾ ടോയ്സ് വാങ്ങാനേ ഉദ്ദേശിക്കും, കുഞ്ഞുങ്ങളെ ടോയ്സ് എടുക്കും. ആ ടോയ് പിന്നീടാണ് നമ്മൾ ആ ടോയ് നോക്കുന്നത്. അപ്പൊ എടുത്ത ടോയ് ഒരു പക്ഷെ വലിയ ക്വാളിറ്റി ഇല്ലാത്ത ടോയ് ആയിരിക്കും, കുട്ടി അതായിരിക്കും ആദ്യം എടുത്തത്. പക്ഷെ പിന്നീട് നമ്മൾ അവിടെ ആ ടോയുടെ ക്വാളിറ്റി പരിശോധിച്ചിട്ട് മികച്ച ക്വാളിറ്റിയുള്ള ഒരു ടോയ് നമ്മൾ വാങ്ങിച്ചു. ഇതാണ് അതിന്റെ ഡിഫറൻസ് എന്ന്. സോ പർച്ചേസ് ഡിസിഷൻ എന്ന് പറയുന്നത് ഇമോഷന്റെ വരും. അതുകൊണ്ട് ഒരു ആസ് എ സെയിൽസ് പേഴ്സൺ, ആസ് എ മാർക്കറ്റിംഗ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ കസ്റ്റമറുമായി നിങ്ങൾക്കൊരു നല്ല ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും മികച്ച രൂപത്തിൽ സെയിൽസിലേക്ക് ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും നമുക്കൊരു സ്റ്റോറി ടെല്ലിംഗ് അപ്രോച്ച് ഉണ്ടാകും. നമ്മളൊരു സിറ്റുവേഷൻ ബേസ് പറഞ്ഞ് അവതരിപ്പിക്കും. അല്ലാതെ എൻ്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇന്ന് എന്ന കാര്യത്തിനൊക്കെ ഉള്ളതാണ്, വേണേ വാങ്ങിച്ചോ എന്നുള്ള രൂപത്തിൽ നിന്ന് മാറിയിട്ട് ഇത് വാങ്ങിയ ആളുകളുടെ അനുഭവങ്ങളെ റിലേറ്റ് ചെയ്യാൻ കഴിയാവുന്ന എക്സ്പീരിയൻസസ്, ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും, എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു, അത് ഞാൻ ഉപയോഗിച്ചിരുന്നു, നേരത്തെ ഒരാൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ ഉപയോഗിച്ചിരുന്നു, അതുപോലെയുള്ള സോഷ്യൽ പ്രൂഫുകൾ അത് കൊടുക്കുക. അതായത് ഏറ്റവും മികച്ച രൂപത്തിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുന്നത് നിങ്ങളുമായുള്ള ഒരു ട്രസ്റ്റ് കൂട്ടാൻ വേണ്ടി. ഇമോഷണൽ കണക്ഷൻ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക്? നമ്മളിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സങ്കേതങ്ങളിലൂടെയാണ് അല്ലെ, നമുക്ക് നിരന്തരമായി നമ്മളായിരിക്കുന്ന ബിസിനസ് മേഖല, നമ്മളായിരിക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന്റെ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കും. എല്ലാ ദിവസവും നമ്മൾ ചില ടിപ്സ് വീഡിയോസ് ഷെയർ ചെയ്യുന്നു. നിങ്ങൾ എത്ര പേര് അത് കാണുന്നുണ്ട്? എന്തിനാണ് ആ വീഡിയോസ് ഷെയർ ചെയ്യുന്നത്?
ഒരു പക്ഷേ നിങ്ങളുടെ ബിസിനസ്സുമായി ഡയറക്റ്റ് ഒന്നല്ല, ചില മോട്ടിവേഷണൽ കാര്യങ്ങൾ, എങ്ങനെയാണ് വിജയിക്കേണ്ടത്, വിജയത്തിന്റെ മനഃശാസ്ത്രം എന്താണ്, തോറ്റു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം, നമ്മുടെ ക്യാരക്ടറിനകത്ത് നമ്മൾ ഉണ്ടാക്കേണ്ട കുറേയേറെ ചേഞ്ചസുകളിൽ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അത് നിങ്ങൾ നിരന്തരം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് അത്തരം ചില ചേഞ്ചസുകൾ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറും, നിങ്ങളുടെ അപ്രോച്ച് മാറും. ഇത് നിങ്ങൾക്ക് പിന്തുടരാവുന്ന ഒരു വഴിയാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റ്, നിങ്ങൾ എന്ത് മേഖലയിലാണ് ആയിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് കസ്റ്റമേഴ്സ് ഫീൽ ചെയ്യുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അത് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഉള്ള കസ്റ്റമേഴ്സ് അവരുടെ ചിന്തയെയും വളർച്ചയെയും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ടിപ്സുകൾ കൊടുക്കാം. അതായത് പല തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറുമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നുള്ളതാണ്. അങ്ങ് ഇമോഷണലി കണക്ട് ചെയ്താൽ നമുക്ക് ആ കസ്റ്റമറുടെ അടുത്ത് സെയിൽസ് നടത്താൻ വേണ്ടി കഴിയും. മറ്റൊരു കാര്യം എന്താ, ഹാസിൽ ഫ്രീ എക്സ്പീരിയൻസ് കൊടുക്കുക. അതായത് തടസ്സങ്ങളില്ലാത്ത എക്സ്പീരിയൻസ്, ബുദ്ധിമുട്ടുകളില്ലാത്ത. നിങ്ങളൊരു പ്രൊഡക്റ്റ് അവതരിപ്പിച്ചു, ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ബെനിഫിറ്റുകളെ കുറിച്ച് കസ്റ്റമറോട് പറഞ്ഞു, കസ്റ്റമർക്ക് നല്ലൊരു ഇമോഷണൽ കണക്ഷനൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഓക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും, എൻ്റെ ഓഫീസിൽ കണക്ട് ചെയ്യും, എന്നിട്ട് ഒരു നമ്പർ കൊടുക്കുന്നു. ഓഫീസിൽ ഈ കസ്റ്റമർ വിളിക്കുന്ന സമയത്ത് ഓഫീസ് 5 മണിക്ക് അടച്ചിട്ടുണ്ട്, കസ്റ്റമർ 6 മണിക്കാണ് വിളിക്കുന്നത്, ഫോൺ എടുക്കുന്നില്ല. പിറ്റേന്ന് കസ്റ്റമർ രാവിലെ ഒരു 10 മണിക്ക് കസ്റ്റമറുടെ ബിസിനസ്സിലായിരിക്കുമ്പോൾ നമ്മുടെ ഓഫീസിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നു, കസ്റ്റമർക്ക് ഫോൺ എടുക്കാൻ പറ്റും. അഥവാ കസ്റ്റമർ തിരക്കിട്ട് ഫോൺ എടുക്കുന്ന സമയത്ത്, സാർ ഞാൻ ഇന്ന കമ്പനിയിൽ നിന്നാണ്, എന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയട്ടെ എന്ന് വെച്ചാൽ കസ്റ്റമർ അപ്പൊ പറയും, പറയണ്ട എനിക്ക് താല്പര്യമില്ല. സോ നമ്മുടെ കസ്റ്റമറുമായിട്ട് എങ്ങനെയാണ് കസ്റ്റമർക്ക് ആ ബൈയിങ് പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാൻ കഴിയും. കസ്റ്റമർക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്, അവിടെ നമുക്ക് ഇത്തരം വാട്സപ്പിന്റെ ഓട്ടോമേഷൻ പോലെയുള്ള ചാറ്റ് ബോട്ടുകളൊക്കെ മെനിച്ചാറ്റുണ്ട്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അതായത് കസ്റ്റമേഴ്സിന്റെ ഇത്തരം ഡൗട്ട്സുകളെ ക്ലിയർ ആയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യാം. ആ ക്ലിയർ ചെയ്യാൻ എന്താ വഴി, നമുക്കറിയാം കസ്റ്റമേഴ്സിന് എന്തൊക്കെയാ സംശയങ്ങൾ ഉണ്ടാവും, അല്ലെ? നിരന്തരമായി നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളുടെ പ്രൊഡക്റ്റ് സർവീസ് വിൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളില്ലേ, ആ ചോദ്യങ്ങളെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഒരു PDF ആക്കി, അല്ലെങ്കിൽ ഒരു ചെറിയ ഓഡിയോ ഫയലാക്കി, വീഡിയോ ഫയലാക്കിയിട്ട് നമ്മളുമായി ഈ കണക്ട് ചെയ്യുന്ന കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാം. കസ്റ്റമറോട് പറയാം, ഈ ഇമോഷണൽ കണക്ഷൻ ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം, സർ ഞാനൊരു കാര്യം, ഞാനൊരു PDF തരാം, അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ, ചെറിയൊരു വീഡിയോ ഓഡിയോ ഫയൽ തരാം, സാറിന് സമയമുള്ള സമയത്തൊന്ന് വായിച്ചു നോക്കുക, അല്ലെ കേട്ടോ. എന്നിട്ട് അതിന്റെ താഴെ എന്റെ നമ്പർ ഉണ്ട്, എന്തെങ്കിലും കാര്യമുണ്ട് എന്നെ ഒന്ന്. അല്ലാതെ കസ്റ്റമറുടെ സമയത്ത് അപഹരിച്ചുകൊണ്ട് കസ്റ്റമറുടെ, ഓരോരുത്തരും അവരുടെ ജോലിയിൽ അല്ലെ അവരുടെ ബിസിനസ്സിനകത്ത് എൻഗേജ്ഡ് ആയിരിക്കും, അതിന്റെ മുകളിൽ കൊണ്ടുപോയി നമ്മൾ കുറെ കാര്യങ്ങൾ വാരിക്കോരി ഡംപ് ചെയ്യുമ്പോൾ അദ്ദേഹം നമ്മളെ റിജക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബൈയിങ് പ്രോസസ്സ്, അതുപോലെ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമർ നോളജ് അക്വയർ ചെയ്യാനുള്ള പ്രോസസ്സൊക്കെ പരമാവധി എളുപ്പമാക്കും. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേയ്മെന്റ് ഓപ്ഷൻസ്, ഇപ്പോ ഒരു പക്ഷേ UPI ഒക്കെ വന്നതുകൊണ്ട് പേയ്മെന്റ് ഒരു ബാരിയർ അല്ല എല്ലാവർക്കും, അല്ലെ? വളരെ സിമ്പിൾ ആയിട്ട് UPI പേയ്മെന്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കൊടുക്കുക. ഇനി കസ്റ്റമറുടെ സപ്പോർട്ട്, നിങ്ങൾക്ക് കസ്റ്റമറുമായി കണക്ട് ചെയ്യാം, നിങ്ങളുടെ ബാക്ക് സപ്പോർട്ട്, നിങ്ങളുടെ പോസ്റ്റ് പർച്ചേസ് സപ്പോർട്ട്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കസ്റ്റമറുമായിട്ടൊരു എക്സലന്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. മറ്റൊരു കാര്യം എന്താ, കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കുക, അതുപോലെ പ്രോംപ്റ്റ് ആയിരിക്കുക. കസ്റ്റമർ ഒരുപക്ഷെ നമ്മളോട് ചോദിക്കും, ഒരു കാര്യം ചോദിച്ചു, പരമാവധി വേഗത്തിൽ കൃത്യമായ മറുപടി, പരമാവധി വേഗത്തിൽ കൃത്യമായ മറുപടി, പ്രോംപ്റ്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള മറുപടി കൊടുക്കുക. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വളരെ സീംലെസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് നിങ്ങൾ ഒരു തടസ്സങ്ങളും ഇല്ലാത്ത, വളരെ ന്യൂനതകളൊന്നും ഇല്ലാത്ത, പ്രോബ്ലം ഒന്നും ഇല്ലാത്ത, വളരെ ഒഴുക്കായിട്ടുള്ള ഒരു ഫ്ലോ നമുക്ക് കൃത്യമായ ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ഒരുപാട് കാലം ഉണ്ട്. അതായത് ഒരു കസ്റ്റമർ നമ്മുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് മാർക്കറ്റിംഗിന്റെയോ സെയിൽസിന്റെയോ ഏതെങ്കിലും മേഖലയിൽ കസ്റ്റമർക്ക് ഒത്തിരി ട്രബിൾ ഉണ്ടാക്കി കഴിഞ്ഞു, നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ട്രാൻസ്പെറന്റ് ആയിട്ട് പറയാം. പലപ്പോഴും പലരും ചെയ്യുന്ന ഒരു രീതിയുണ്ട്, കസ്റ്റമറെ പിടിക്കാൻ വേണ്ടി എവറിത്തിങ് ഈസ് പോസിബിൾ എന്നുള്ള ഒരു സ്റ്റൈൽ എടുക്കും, എല്ലാം നടക്കും, ഒരു പ്രോബ്ലം ഇല്ല, എവറിത്തിങ് വിൽ ബി പോസിബിൾ. എന്നിട്ട് ഈ കസ്റ്റമറോട് ഒരു കാര്യം ചോദിക്കും, കസ്റ്റമർ ആ ഒരു ഡോക്യുമെന്റ് കൊടുക്കുമ്പോൾ രണ്ടാമത്, പ്രത്യേകിച്ച് ഈ ബാങ്കിങ് മേഖലയിൽ ഇത് വല്ലാത്തൊരു രീതിയായിട്ട് കാണാറുണ്ട്. എന്നിട്ട് ഈ കസ്റ്റമറെ ഇങ്ങനെ കഷ്ടപ്പെട്ട് അവരുടെ കസ്റ്റമർ മടുപ്പ് വരും.
ഇത്രയും കാര്യങ്ങൾ ഇവർക്ക് പിന്നാലെ നടന്നു പോയത് കൊണ്ട് കസ്റ്റമർ അവിടെ തന്നെ അപ്രോച്ച് ചെയ്യേണ്ടത്. അത് ഒരു നല്ല രീതിയാണ്. നിങ്ങളൊരു പ്രത്യേകിച്ച് ഇത്തരം മേഖലയിൽ, സർവീസ് മേഖലയിലൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആവട്ടെ, ആ പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം, ആർക്കൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ പ്രൊഡക്റ്റ് കൃത്യമായി 100% റിസൾട്ട് കിട്ടും എന്ന് ഉറപ്പുള്ളവർക്കാണ് വിൽക്കേണ്ടത്. ആർക്കെങ്കിലും വിറ്റ് കുറെ പേരെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് ഉണ്ടാക്കുക എന്നുള്ള നിലയ്ക്ക് കൃത്യമായി നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക് വിറ്റാൽ അത് ബാഡ് ഇമേജ്. സോ കസ്റ്റമറുടെ ആ പർച്ചേസ് സെയിൽസ് മേഖലയിൽ കസ്റ്റമറുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ പോസ്റ്റ് സെയിൽസ് മേഖലയിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഹാസിൽ ഫ്രീ ആയിട്ട് ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഫൈനലി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗിവ് ആൻ ഇറസിസ്റ്റബിൾ ഓഫർ എന്നുള്ളത്. അതായത് റെസിസ്റ്റ് ചെയ്യാൻ കഴിയാത്ത, തള്ളിക്കളയാൻ കഴിയാത്ത ഒരു ഓഫർ. എങ്ങനെയാണ് ഈ റെസിസ്റ്റ് ചെയ്യാൻ കഴിയാത്ത, തള്ളിക്കളയാൻ കഴിയാത്ത ഓഫർ? റെസിസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഓഫർ, തള്ളിക്കളയാൻ കഴിയാത്ത ഓഫർ എന്ന് പറഞ്ഞാൽ പല സമയത്തും കസ്റ്റമേഴ്സിന് ഡിസിഷൻ, അതായത് പർച്ചേസ് ഡിസിഷൻ, അല്ലെങ്കിൽ ഒരു കാര്യം പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് വാങ്ങാനുള്ള ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഒരു എക്സ്ട്രാ പുഷ് കൂടി കൊടുക്കണം, ഒരു ചെറിയ തള്ളു, അല്ലെ? അപ്പൊ ആ എക്സ്ട്രാ പുഷ് ആണ് പർച്ചേസ് അല്ലെങ്കിൽ സെയിൽസ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി കസ്റ്റമർ പ്രേരിപ്പിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്താലുള്ള ആ ഓഫറെ കുറിച്ച്, അല്ലെങ്കിൽ ചെറിയൊരു ഡിസ്കൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു പോസ്റ്റ് സർവീസ് ഇതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അഡീഷണൽ വാറണ്ടി ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു പർച്ചേസിന്, ഒരു സെയിൽസിനാണ് നമ്മൾ പോകുന്നത്, നമുക്ക് കസ്റ്റമറെ കൊണ്ട് ഇത് വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം, നമ്മളുടെ ഉദ്ദേശം അതാണ്. അങ്ങനെ അതിന് നമ്മൾ തയ്യാറായിരിക്കണം. അത് നമ്മുടെ കയ്യിലുണ്ടാവണം. അത് ആദ്യം ചാടിക്കേറി പറയുന്ന ചിലരുണ്ട്, അത് ചെയ്യരുത്. ഫൈനലി ഇതൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് പറയാവൂ. അപ്പൊ അങ്ങനെ ഒരു ഇറസിസ്റ്റീവ്, അതായത് തടയാൻ കഴിയാത്ത, തള്ളാൻ കഴിയാത്ത ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഓഫർ. അത് ലിമിറ്റഡ് ടൈം ഡിസ്കൗണ്ട് ആവാം, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബോണസ് ആവാം, ഫ്രീ ട്രയൽസ് ആവാം, സ്ട്രോങ് മണി ബാക്ക് ഗ്യാരണ്ടി ആവാം. നമ്മുടെ ഒരു സർവീസ് പ്രൊഡക്റ്റ് അത് യൂസ്ഫുൾ അല്ലെങ്കിൽ 100% മണി ബാക്ക് ചെയ്യുന്നുള്ള ഗ്യാരണ്ടി ആവാം. അങ്ങനെ പലതും. കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരുടെ റിസ്കിന്റെ മുകളിലേക്കുള്ള ഒരു വാല്യൂ കിട്ടുന്നു എന്ന് തോന്നുന്നതാണ് ആക്ഷൻ എടുക്കാൻ കഴിയും. അതായത് ഞാനൊരു 100 രൂപ ചെലവഴിക്കുമ്പോൾ ആ 100 രൂപയ്ക്ക് 100 രൂപയിൽ കൂടുതൽ വാല്യൂ, 100 രൂപ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ, ഒരു 100 രൂപയാണ് ആ പ്രൊഡക്റ്റിന്റെ വിലയെങ്കിൽ 100 രൂപ നൽകി ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു റിസ്ക് ഞാൻ എടുക്കുകയാണ്. എൻ്റെ കയ്യിൽ പോക്കറ്റിലുള്ള 100 രൂപ ചെലവാക്കുന്നു എന്നൊരു റിസ്ക് ഞാൻ എടുക്കും. ആ റിസ്ക് എടുക്കുമ്പോൾ എനിക്ക് അതിനേക്കാൾ മികച്ചൊരു വാല്യൂ കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് തുടരാം. അങ്ങനെ ഉറപ്പ് വരുമ്പോൾ, അങ്ങനെ ഒരു ട്രസ്റ്റ് എനിക്ക് വരുമ്പോഴാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സെയിൽസിലേക്ക് അല്ലെങ്കിൽ പർച്ചേസിനുള്ള ഡിസിഷൻ. സോ ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളുടെ കസ്റ്റമറെ ഇംപ്രസ് ചെയ്യാൻ, ഏറ്റവും നല്ല രൂപത്തിൽ ഇംപ്രസ് ചെയ്യുന്നതിലൂടെ ഏറ്റവും മികച്ച സെയിൽസിലേക്ക് എത്താനുള്ള 5 വഴിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അണ്ടർസ്റ്റാൻഡ് നീഡ്സ് ഡീപ്ലി എന്നുള്ളതാണ് ഒന്നാമത്തത്. ഷോക്കേസ് വാല്യൂ അതർ ദാൻ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് രണ്ടാമത്തത്. നല്ലൊരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തത്. ഒരു ഹാസിൽ ഫ്രീ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നാലാമത്തത്. 5ാമത്തത് ഒരു ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള ഓഫർ. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് നമ്മൾ ഏറ്റവും മികച്ച രൂപത്തിൽ നിങ്ങളുടെ കസ്റ്റമറെ ഇംപ്രസ് ചെയ്യാനും സെല്ല് ചെയ്യാനും അങ്ങനെ ഏറ്റവും മികച്ച പ്രോഫിറ്റിലേക്ക് എത്താനും സഹായകമാകുന്ന ടിപ്സ് ആണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അറിയാനും എനിക്ക് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും മാർക്കറ്റിംഗ് സെയിൽസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറ്റേതെങ്കിലും വിഷയങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം.